കിഡ്നി നമുക്ക് ഒന്ന് നമ്മുടെ യൂറിൻ ഉണ്ടാക്കുന്നത്. യൂറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസർജ്യ വസ്തുവാണ്. അപ്പം നമ്മളുടെ സെല്ലുകളിലെ ബോഡിക്കകത്തെ എല്ലാ സെല്ലിൽ നിന്നും വരുന്ന വേസ്റ്റ് ഉണ്ട്. അത് കളക്ട് ചെയ്ത് ബ്ലഡിൽ കൂടെ വന്ന് അത് കിഡ്നിയാണ് അതിനെ ആ ബ്ലഡിനെ അരിച്ച് അതിനകത്ത് വേസ്റ്റ് മാറ്റി യൂറിനിൽ കൂടി വിടുകയാണ് ചെയ്യുന്നത്. അത് കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ മാത്രമാണ്. ഇത് കൂടാതെ കിഡ്നിക്ക് ഒരു എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും മെയിൻ 2 ഹോർമോൺസ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണ്. അപ്പം റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം എന്ന് പറഞ്ഞ് 3 ഹോർമോണുകൾ. ഒന്ന് റെനിൻ, ആൻജിയോടെൻസിൻ ലിവറിൽ നിന്ന് വരുന്നു, അതുപോലെ ആൽഡോസ്റ്ററോൺ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്നു. ഇവർ 3 പേരും കൂടെ ഒരു സൈക്കിളായിട്ടാണ് ബിപിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കിഡ്നി പേഷ്യൻസിന് എപ്പോഴും ബിപി കൂടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. പിന്നെ ഈ ഇലക്ട്രോലൈറ്റ്സ് കളയുന്നത്, അതായത് നമുക്ക് കൂടുതൽ സോഡിയം ഉണ്ടെങ്കിൽ അത് കളയണം, പൊട്ടാസ്യം ഉണ്ടെങ്കിൽ അത് കളയണം. ഈവൻ വെള്ളം, നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിഡ്നിയാണ് പുറത്തേക്ക് കളയേണ്ടത്. അല്ലെങ്കിൽ വെള്ളം പോലും ഒരു ടോക്സിൻ പോലെയായി മാറും. കിഡ്നി കറക്റ്റായിട്ട് അതാണല്ലോ, നമ്മൾ കിഡ്നി ഫെയിലിയർ ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും വെള്ളം തന്നെ കിഡ്നിക്ക് പുറത്തേക്ക് കളയാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഒരു എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതാണ് നമ്മളുടെ ബ്ലഡ് എത്ര ഉണ്ടാക്കണം, ചുമന്ന രക്താണുക്കൾ എത്ര ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ എരിത്രോപോയിറ്റിനാണ്. അപ്പം കിഡ്നി പേഷ്യൻസിന് എപ്പോഴും അനീമിയ വരുന്നതിന് കാരണം അതാ. കിഡ്നി ഫെയിൽ ആകുമ്പോഴേക്കും എരിത്രോപോയിറ്റിൻ ആവശ്യത്തിനുണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു ഈ വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞൊരു ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ആക്റ്റീവ് ഫോം കാൽസിട്രയോൾ എന്ന് പറയും. അതുണ്ടാക്കുന്നതും ആക്ച്വലി കിഡ്നിയിലാണ്. സാധാരണ സൂര്യപ്രകാശത്തിൽ നമുക്ക് സ്കിന്നിനത് ഉണ്ടാക്കാം. അതിന് നെക്സ്റ്റ് സ്റ്റേജിൽ അതിനെ ഒരു നെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് ലിവറാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോർമാറ്റ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫോർമാറ്റിൽ മാറ്റുന്നത് കിഡ്നിയാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട് കിഡ്നിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.